Hi friends, we will talk about the Snapdragon 855 latest powerful processor which is a phone. This phone, the phone, Snapdragon 855 phone OnePlus launch Lenovo phone launch. Just Lenovo typical phone and latest best in class phone launch. This phone is powerful. That's why we phone video. Welcome to Pradap G Tech. It's me, Pradap. Hi, if you like video, subscribe button subscribe bell button enable videos upload phone notification bar notification Lenovo Z5 Pro GT design side latest trendy design 95% screen to body ratio 6.4 inch full HD plus screen display Samsung super AMOLED display that's display quality best in class quality screen to body ratio 95%. This is the rear side OnePlus 60 McLaren edition texture design rear side trendy design style rear side front side notch camera front sliding mechanism slide camera set dual camera front side rear side dual camera MI-Mix3 sliding mechanism. That's sliding mechanism phone. This is fingerprint sensor display under display in display fingerprint sensor fast 5th generation setup fast fingerprint sensor but design side latest performance Snapdragon 855 Qualcomm powerful processor 7nm technology processor adrino 640 that's latest. Now, this processor is a separate video. Click the details video. Powerful latest processor. 12GB RAM, 512GB storage. Software side latest Android 9 Pie. Latest processor, RAM, latest software, performance department outstanding, trendy latest this performance department. Performance department. That's camera 24MP main camera Sony IMX576 sensor തൊട്ടടുത്തായിട്ട് 16MP camera dual camera setup ആണ് Sony IMX519 എന്ന sensor ആണ് നല്ല സെൻസറും നല്ല മെഗാപിക്സലും ഒക്കെ ആയിട്ട് നല്ലൊരു ക്യാമറ സെറ്റപ്പ് നമുക്ക് അവിടെ കാണാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയണം. ഇതിന്റെ പ്രോസസർ Snapdragon 855 ആണ്. അതിൽ ISP 380 Spectra 380 എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതിനെക്കുറിച്ചും കൂടുതലായിട്ട് നമ്മുടെ ഐക്കണിലുള്ള വീഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് ടെക്നോളജി കൂടി ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ ബെറ്റർ ആയ ഇമേജ് പ്രോസസ്സിംഗ് ഇതിനകത്ത് നടക്കും. അപ്പോൾ ഇതുവരെയുള്ള ക്യാമറ അനുഭവത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയ ഒരു അനുഭവം നമുക്ക് ഇതിന്റെ ക്യാമറയുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടും അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ. റിയൽ ലൈഫിൽ എങ്ങനെയുണ്ടാവുന്ന കാര്യം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ നമ്മൾ നോക്കി കഴിയുമ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പ് HDR10 അടക്കമുള്ള എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിടിലൻ ക്യാമറ സെറ്റപ്പ് നമുക്ക് ഇവിടെ കാണാം. Front side 16MP selfie camera plus 8MP depth sensor വരുന്നുണ്ട്. ഒരു കിടിലൻ ക്യാമറ സെറ്റപ്പ്. അങ്ങനെ തന്നെ ഇതിനും പറയാൻ കഴിയുള്ളൂ. ബാറ്ററിയുടെ കാര്യത്തിൽ നോക്കിയാൽ 3350 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ 3350 mAh എന്ന് പറയുമ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നാം. ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഉണ്ട് എങ്കിലും നമുക്കിത് സ്വല്പം കുറവായിട്ട് തോന്നും. പക്ഷേ ഇത് Snapdragon 855 ആണ്. പവർ എഫിഷ്യൻസി കൂടുതലാണ്. പെർഫോമൻസ് ഇംപ്രൂവ്മെന്റും കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3350 mAh ബാറ്ററി എന്ന് പറയുന്നത് ആവശ്യത്തിന് വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു efficiency അത്രയുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിലൊക്കെയാണെങ്കിൽ അവർ അതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് കമ്പനി തന്നെ പ്രത്യേകം പറയുന്നുണ്ട് Snapdragon 845 അപേക്ഷിച്ച് ക്യാമറയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് 4-1 പവർ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 4-1 എന്ന് പറയുമ്പോൾ ഒരു ബാറ്ററി 1 മണിക്കൂർ കിട്ടുന്നത് 4 മണിക്കൂർ കിട്ടും എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് 3350 എന്നുള്ളത് കുറവായിട്ട് കരുതേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് ഇതിനകത്ത് കിട്ടുക തന്നെ ചെയ്യും ഈ പ്രോസസ്സർ ഇതിനകത്തുള്ളതുകൊണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഏറ്റവും ട്രെൻഡി ആയ ഡിസൈനും കാര്യങ്ങളും ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസർ 95% സ്ക്രീൻ ടു ബോഡി ആയിട്ട് കിടിലൻ ഡിസൈനും ഏറ്റവും നല്ല പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റും കിടിലനായ ഒരു ക്യാമറ സെറ്റപ്പും നല്ല ഡീസൻ്റ് ആയ ഒരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ലൊരു ഫോണാണ് ലെനോവോയുടെ Z5 Pro GT. പ്രൈസിംഗ് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് അതിൻ്റെ പ്രൈസിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ നമ്മൾ ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട്
ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രൈസിങ്ങിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെന്നുള്ളവർ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് പോയിട്ട് ലൈക്ക് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ പ്രതാപ് ജി ടെക് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ആ പേജ് കിട്ടും. ഒന്ന് ലൈക്ക് ചെയ്തിട്ടാൽ മറ്റു കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആവുന്ന സമയത്തിന് മുറയ്ക്ക് തന്നെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്തിടുക. ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് ഇന്ത്യൻ കറൻസിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 45,000 രൂപയാണ്. 45,000 രൂപയ്ക്കാണ് ഈ പറഞ്ഞ ഡിസൈനും പെർഫോമൻസും കിടിലൻ ക്യാമറ സെറ്റപ്പും എല്ലാമായിട്ട് ഈ ഫോൺ ഓൾറെഡി സെയിൽ നടത്തുന്നത്. ഈവൻ 50,000 രൂപയാണെങ്കിൽ പോലും, ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ 50,000 ആയാൽ പോലും ഇത് നല്ലൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. കാരണം OnePlus 60 മെക്ലാരൻ എഡിഷൻ എന്ന് പറയുന്ന അത്രയും കൂടിയ വേരിയൻറ്റ് പോലും 50,000 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൽ X50 എന്ന് പറയുന്ന മോഡം കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായാൽ വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും. കാരണം സ്നാപ്ഡ്രാഗൺ 855 5G സപ്പോർട്ട് ചെയ്യും ഈ X50 മോഡം കൂടി വെക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ആ 5G മോഡം വെച്ചിട്ടില്ലാത്തതുകൊണ്ട് 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ കമ്പനി പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു വെർഷൻ 2019 അടുത്തൊരു വെർഷൻ ഇറക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഈ പറയുന്ന X50 എന്ന മോഡം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അത് 5G സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പുതിയ വെർഷൻ ഈ ഫോണിൻ്റെ വരുമെന്നാണ്. അങ്ങനെയെങ്കിൽ 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ ആദ്യമായിട്ട് ഇറക്കുന്നതും ലെനോവോ തന്നെയായിരിക്കും. കാരണം അപ്പോൾ അതിനുള്ള സെറ്റപ്പ് അവരുടെ ഈ ഫോണിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ലെനോവോയുടെ Z5 Pro GT എന്ന ഫോണിനെ വിശദമായിട്ട് തന്നെ ഒന്ന് പരിചയപ്പെടാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. Bye.